കുട്ടികളുടെ കരച്ചിലിനെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കരയുന്നത്? പ്രത്യേകിച്ചും ഒരു 5 മാസമോ ഒരു 6 മാസമോ പ്രായമുള്ള ഒരു കുഞ്ഞ് കരയുന്നുവെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് പോകണം, അല്ലെങ്കിൽ മനസ്സ് പോകണം, ചിന്ത പോകണം എന്നുള്ളതൊന്ന് വിശകലനം ചെയ്യാം. പ്രത്യേകിച്ചും ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ചു പോകുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരുടെ വിചാരം എന്തെങ്കിലും വേദന വന്നിട്ടായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ വിശന്നിട്ടായിരിക്കും എന്നുള്ളൊരു ചിന്ത മാത്രമായിരിക്കും പലപ്പോഴും വരുന്നത്. അതുമാത്രമാണോ കാരണം? തീർച്ചയായിട്ടും ഈ പറയുന്ന കാരണങ്ങൾ കേൾക്കുമ്പോൾ വലിയ പ്രായമുള്ള അമ്മമാർക്ക് ഒരുപക്ഷെ വളരെ പ്രാധാന്യമില്ലാത്തതാണെന്ന് തോന്നുമെങ്കിലും ചെറിയ അമ്മമാർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കരയുന്നത്? ഈ വിശപ്പ് കൊണ്ട് മാത്രമാണോ? ഒരിക്കലുമല്ല. പറഞ്ഞു വേദനയുടെ കാര്യം പറഞ്ഞു. പ്രത്യേകിച്ചും ചെവി വേദന വരുമ്പോഴാണ് സർവ്വസാധാരണയായിട്ട് കുഞ്ഞുങ്ങൾ കരയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ വയറുവേദനയാണ്, ഒരു ഇൻഡൈജഷൻ, കുടിച്ച പാല് ദഹിക്കാത്ത ഒരവസ്ഥ വരുന്നു, അല്ലെങ്കിൽ അൺയൂഷ്വലായിട്ട് മറ്റെന്തെങ്കിലും ആഹാരം വയറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ സാധാരണ കരയും. അപ്പം അത് ഇൻഡൈജഷൻ എന്നാണെന്നും പറയുന്നത്. അപ്പോൾ ഈ കോളിക്കും ഈ ചെവി വേദനയും അല്ലാതെ വേറെ എവിടെ എന്ത് വേദന വന്നു കഴിഞ്ഞാലും കുട്ടികൾ തീർച്ചയായിട്ടും കരയും. അതുകൂടാതെ ഇപ്പോൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യമേ കുഞ്ഞ് എന്താ ചെയ്യുക? കരയുക ചെയ്യുന്നത്. ആ കരച്ചിലാണ് നമ്മൾ കുട്ടി മൂത്രമൊഴിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ നാപ്കിനൊക്കെ കെട്ടി നടക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അപ്പോഴേ കരഞ്ഞിരിക്കും. ഇപ്പം അതുപോലെ തന്നെയാണ് മോശം പോകുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. മോശം പോയാലും ആദ്യമേ കുഞ്ഞ് കരഞ്ഞാണ് നമ്മളെ ഇത് അറിയിക്കുന്നത് മോശം പോയിട്ടുണ്ടെന്നുള്ളത്, അല്ലേ? ഇനി ഒരു കൊതുക് വന്ന് കുത്തിയിട്ട് പോവുകയാണെങ്കിലോ എന്തെങ്കിലും കാണാനുണ്ടോ? അദ്ദേഹത്ത് ഒന്നും കാണില്ല, അല്ലേ? അപ്പം നമ്മൾ കൊതുക് കുത്തിയെന്ന് എങ്ങനെ അറിയും? അത് ദേഹം മുഴുവൻ പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. അതും ഒരു കാരണമാണ്, അല്ലേ? ഇനി ബോർഡം, അതായത് ബോറടിച്ചിട്ട് കുട്ടികൾ കരയാറുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മമാരടുത്തില്ലാത്ത അവസ്ഥ, അച്ഛനടുത്തില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ വീട്ടിൽ മറ്റാരെങ്കിലും അടുത്തില്ലാത്ത അവസ്ഥ, ഒന്നും അല്ലെങ്കിൽ പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും അടുത്ത് വേണം. കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് കിടന്നു കഴിഞ്ഞാൽ അപ്പോഴേ അവർ കരയാൻ തുടങ്ങും. ഇതും സാധാരണ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പം ബോറടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡിസൈസ് കമ്പനി അടുത്ത് ആരെങ്കിലും വേണം എന്നുള്ളതാണ്. ഇനി ലൈറ്റിൻ്റെ കാര്യമോ? ഇപ്പോൾ ട്യൂബൊക്കെ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ കൊച്ചു നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു പുതിയ സാധനം, അവിടെ എന്തോ വെട്ടം, അല്ലേ? അപ്പോൾ കുട്ടികൾ ചിലപ്പം ഈ ലൈറ്റ് കണ്ണിലടിച്ചിട്ട് കരയാറുണ്ട്. എ സിയുടെ ബ്ലോ ചെയ്യുന്ന ആ എയർ കണ്ണിലേക്ക് അടിച്ചിട്ട് കരയാറുണ്ട്. അതുപോലെ തന്നെ ചൂട് കൂടിയാൽ, ഉഷ്ണം കൂടിയാൽ, വിയർപ്പ് കൂടിയാൽ സാധാരണ കുഞ്ഞുങ്ങൾ കരയില്ലേ? അപ്പം അതും ഇപ്പോൾ തണുപ്പ് കൂടിയാലും ഈ പറയുന്ന പോലെ ചൂട് കൂടിയാലും കുഞ്ഞുങ്ങൾ കരയും. പിന്നെ ചില കുട്ടികൾ സ്വപ്നം കണ്ട് കരയുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും 5 മാസമായ കുട്ടി എന്ത് സ്വപ്നമാണ് കാണുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾ വളരെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് പേടിച്ച് കരയുന്നത് പലപ്പോഴും പല അമ്മമാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം കുഞ്ഞുങ്ങൾ പേടിച്ച് കരയുന്നതും സാധാരണയാണ്. ഇനി ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു കുട്ടി ഇതുപോലെ ഭയങ്കരമായിട്ട് ട്രെയിനിൽ കരയുന്ന കണ്ടു. അപ്പം പലരും പറഞ്ഞു വിശന്നിട്ടാണെന്ന് പറഞ്ഞു, പാല് കൊടുത്തു നോക്കി, ചൂട് കൂടിയിട്ടാണെന്ന് കരുതി. അപ്പോൾ അവിടെ ചൂട് ആണെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഉടുപ്പൊക്കെ ഊരി മാറ്റി നോക്കി. ആൾക്കാർ അടുത്തിരുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി നിന്നു, കാറ്റടിച്ച് നോക്കി. ഒരു രീതിയിലും കുട്ടി കരച്ച് നിർത്തുന്നില്ല. അവസാനം എന്തെങ്കിലും വേദനയാണെന്ന് പറഞ്ഞാൽ അവിടെ ആരോ ഒരു വേദന സംഹാരിയും കലക്കി കൊടുക്കുന്നത് കണ്ടു. എന്നിട്ടും കുട്ടി കരച്ചിൽ നിർത്തിയില്ല. അപ്പോൾ പിന്നെ എന്താ കാരണം? അമ്മയും അച്ഛനും കൂടെ നിന്നവരും ഒക്കെ ആകെ വിഷമിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, കുട്ടിയുടെ ആ സ്വർണ്ണമൊക്കെ ഒന്ന് ഊരി മാറ്റുമെന്ന് ചോദിച്ചു. അപ്പം തടവള, കാലിൽ വള, കയ്യിൽ വള ഒക്കെയുണ്ട്, അരിഞ്ഞാണവും കിടപ്പുണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന് ഊരി മാറ്റി ഈ അരിഞ്ഞാണത്തിലെത്തിയപ്പോഴത്തേക്ക് ഈ അരിഞ്ഞാണത്തിൻ്റെ താഴെ താലിമാല പോലൊരു സാധനം ഞാന്ന് കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? ഇത് ചുരുണ്ടിട്ട് കുഞ്ഞിൻ്റെ പള്ളയിൽ കയറിയിരിക്കുകയാണ്. ഈ വേദന, ആ വേദന എന്തെങ്കിലും മരുന്ന് കൊടുത്താൽ മാറുമോ? ആരെങ്കിലും പരിശ്രമിച്ചാൽ മാറുമോ? ഒരിക്കലുമില്ല. അപ്പം നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്ന കരച്ചിലിനെക്കുറിച്ച് ഞാൻ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അത് പറഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ വിഷയങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും കുഞ്ഞമ്മമാർ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനിയെങ്കിലും നിങ്ങൾ കുട്ടികൾ കരയുമ്പോഴത്തേക്ക് ഈ വക കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ.